നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ട് വേണം പോകാൻ. അത് ഏതാരാധനാലയങ്ങളിൽ പോയാലും ഇത് പാലിക്കുന്നത് നന്നായിരിക്കും. ഏതാണ് പഞ്ചശുദ്ധി? 1 ശരീരശുദ്ധി, 2 വസ്ത്രശുദ്ധി, 3 മനഃശുദ്ധി, 4 വാക്കുശുദ്ധി, 5 ഇന്ദ്രിയശുദ്ധി. ഇതാണ് പഞ്ചശുദ്ധികൾ. ശരീരം ശുദ്ധമായിരിക്കണം, അതായത് 2 നേരവും കുളിക്കണം. അതുപോലെ തന്നെ വസ്ത്രം ശുദ്ധമാവണം, ശുഭ്രവസ്ത്രം, ശുദ്ധവസ്ത്രം, അത് ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോകാൻ പാടുള്ളൂ. 3 മനഃശുദ്ധി, നമ്മൾ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നമ്മുടെ മനസ്സിൽ അസൂയയും കുശുമ്പും കുന്നായ്മയും വെച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നാണ്. അപ്പോൾ മനഃശുദ്ധിയാണ് പരമപ്രധാനം. 4ാമത്തേതാണ് വാക്കുശുദ്ധി. നമ്മുടെ നാവ് ശുദ്ധമായിരിക്കണം. ഒരാളോട് സംസാരിക്കുമ്പോൾ ആ മിതത്വം പാലിക്കുവാൻ, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ആ മിതത്വം പാലിക്കുവാൻ, മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന തലത്തിലുള്ള വാക്കുകൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ല. ഇതാണ് വാക്കുശുദ്ധി. 5ാമത്തേതാണ് ഇന്ദ്രിയശുദ്ധി. നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതാണല്ലോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം, ഇതാണല്ലോ കർമ്മേന്ദ്രിയങ്ങൾ. ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് വേണം, അതായത് പഞ്ചശുദ്ധി ആചരിച്ചു മാത്രമേ ഒരാൾ ആരാധനാലയങ്ങളിൽ പോകാൻ പാടുള്ളൂ, ക്ഷേത്ര ദർശനം ചെയ്യാൻ പാടുള്ളൂ. ഇത് എല്ലാവരും ഒന്നറിഞ്ഞിരിക്കേണ്ടതാണ്. നമസ്തേ.